കർത്താവിൽ പ്രിയരെ, ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവസന്നിധിയിലായിത്തീരുവാനും വചനം ധ്യാനിപ്പാനും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് നമുക്ക് ഇന്ന് അല്പനേരം ചിന്തിച്ച് ദൈവവചനത്തിൽ നിന്ന് കൂടുതൽ പഠിച്ച് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരവസരം കൂടി നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യാം. യെശയ്യാ പ്രവാചകനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആമോസിൻ്റെ മകനായ യെശയ്യാവ് 3 സാമ്രാജ്യങ്ങൾ ഉള്ള ഒരു കാലയളവിൽ 4 രാജാക്കന്മാരുടെ ഭരണം, അങ്ങനെ ദേശത്ത് പലവിധമായ പ്രതികൂല സാഹചര്യങ്ങളിൽ ആയിരുന്ന മനുഷ്യർ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യം. തൻ്റെ പിതാവ് ആമോസ് ഈസ് നോൺ ആസ് എ ബർഡൻ ബെയറർ, ഭാരം ചുമക്കുന്ന ഒരു വ്യക്തി. ജനങ്ങളുടെ പാപഭാരം കണ്ടിട്ട് അതിൽ നിന്ന് ജനങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ദേശത്ത് മഹാമാരി, ക്ഷാമം, അതുപോലെ മറ്റ് അനേക പ്രശ്നങ്ങൾ, യൗവനക്കാർ വാളാൽ വീഴുന്നു, കുതിരകളെ പിടിച്ചുകൊണ്ടുപോകുന്നു. ആ കാലത്ത് ജീവിച്ചിരിക്കേണ്ടതിനെ എങ്കിലേക്ക് തിരിയുവിൻ, ദൈവത്തെങ്കിലേക്ക് തിരിയുവിൻ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള ദാഹവും വിശപ്പും. ദേശത്തിലേക്ക് അയക്കുന്ന കാലത്താണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. വചനം കേൾക്കുവാൻ ഉള്ള ദാഹവും വിശപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ 66 അധ്യായങ്ങളിൽ കൂടി യെശയ്യാ പ്രവാചകൻ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ 60-ാം അധ്യായം 1-2 വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ അവിടെ ഇപ്രകാരം വായിക്കുന്നു: എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. ഇവിടെ എഴുന്നേറ്റ് പ്രകാശിക്ക അവിടെ ആവശ്യപ്പെടുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് പ്രകാശിക്ക. ഇവിടെ അത് പ്രകാശിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. കാരണം അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേൽക്കണം. യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അവൻ്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അതുകൊണ്ട് എഴുന്നേൽക്കുക. ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽക്കുക. അതാണ് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടുന്ന. ഉറക്കത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. യോനയുടെ കൂടെ ദൈവം നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ യോന എതിർ ദിശയിലേക്ക്, തർശീസിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. കപ്പലിൽ ടിക്കറ്റൊക്കെ എടുത്ത് അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന അനുഭവം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഉറങ്ങുന്ന അനുഭവത്തിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. കാരണം നിന്റെ മേൽ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. അപ്പോൾ എഴുന്നേൽക്കാം.
നോഹയുടെ കാലത്ത് മനുഷ്യർ തിന്നും കുടിച്ചും അന്ധകാരത്തിൽ കഴിയുന്ന ഒരവസ്ഥ ഇന്ന് ലോകമെമ്പാടും നാം കണ്ണോടിക്കുകയാണെങ്കിൽ ജനകോടികൾ അന്ധകാരത്തിൽ കഴിയുന്ന ഈ ലോകത്തിന് ഇമ്പമായി ലോകത്തിൻ്റെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്, എഴുന്നേൽക്കുക. ഈ അന്ധകാരത്തിൽ കഴിയുന്ന മനുഷ്യ, നീ എഴുന്നേൽക്കുക. നിന്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഉദിച്ചിരിക്കുന്നു. നമ്മുടെ ചിന്തയെ നമുക്ക് 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇവിടെ എഴുന്നേറ്റ് പ്രകാശിക്കേണ്ടിയ നമ്മോട് ദൈവം പറയുകയാണ്, അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് നമ്മൾ. ദൈവവചനം ഇന്ന് ശ്രവിക്കുന്ന നാം മനസ്സിലാക്കണം, നമ്മളൊരു പ്രത്യേക ജാതിയാണ്. അത് മാത്രമല്ല, രാജകീയ പുരോഹിത വർഗം, അത് വലിയൊരു ഓണറാണ് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത്. രാജകീയ പുരോഹിത വർഗം ഈ ലോകത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പരമോന്നതമായ ഒരു സ്ഥാനമാണത്, രാജകീയ പുരോഹിത വർഗം. അതുമാത്രമല്ല, വിശുദ്ധ വംശമാണ്. ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധ വംശം. അവസാനമായി പറയുന്നു, ദൈവത്തിൻ്റെ സ്വന്ത ജനവുമാണ്. ദൈവത്തിൻ്റെ സ്വന്ത ജനവുമായിട്ടാണ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം പറയുന്നു, നീ എഴുന്നേൽക്കുക, നീ ഉണരുക. നമ്മൾ ഓരോരുത്തരും പ്രകാശിക്കുന്ന വിളക്കുകളായി മാറുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ വചനത്തിൽ കൂടി അന്ധകാരത്തെ എന്നേക്കുമായി തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് പ്രകാശമുള്ള ഒരു വിളക്കുകളായിട്ട് നാം പോകണം. കാരണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അങ്ങനെ പ്രകാശിക്കുന്ന വിളക്കുകളായിട്ട്, അന്ധകാരത്തെ തുടച്ചു നീക്കുവാൻ വേണ്ടിയിട്ട് പ്രകാശിക്കുന്ന വിളക്കുകളായിട്ട് നമ്മൾ ഓരോ ഭാഗങ്ങളിലേക്കും പോകുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. അന്ത്യകാലത്ത് ജീവിക്കുന്ന നമ്മൾ ത്രിവിധ ദൂതുകൾ ലോകത്തോട് പ്രസ്താവിക്കണം. കാരണം കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു. കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു. നാം അടങ്ങിയിരിക്കരുത്. അന്ധകാരത്തെ തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് വിളക്കുകളായി ലോകത്തിൻ്റെ പല ഭാഗത്ത് ശോഭിക്കേണ്ടതായിട്ടുള്ള അവസരത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. കാരണം ജഡ്ജ്മെന്റ് ഈസ് ഗോയിങ് ടു കം. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ ന്യായവിധി ഉണ്ടാകും. ന്യായവിധിയുടെ നാളുകൾ വരുമെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എഴുന്നേൽക്കുക, പ്രകാശി. ശേഷിപ്പ് സഭയുടെ അംഗങ്ങളായ നമ്മുടെ ദൗത്യം മറ്റൊന്നുമല്ല, ക്രിസ്തുവിന് വേണ്ടി എഴുന്നേൽക്കുക, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുക, ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുക. ആ ക്രിസ്തു വരുന്ന ആ ദൂത ലോകമെമ്പാടും ഘോഷിക്കുവാൻ വേണ്ടിയിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയ ദൈവജനമേ, all the prophecy has been fulfilled. എല്ലാ പ്രവചനങ്ങളും നിവർത്തിയായി. ഇനിയും ഒരു പ്രവചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. നമുക്കറിയാം,
ആ ശമരിയ സ്ത്രീയുടെ സാക്ഷ്യം കൊണ്ട് ആ ശമരിയ ആ പട്ടണത്തിൽ മുഴുവനുള്ള ആൾക്കാർ കർത്താവായ യേശു ക്രിസ്തുവിൻ എങ്ങനെയുള്ള ഒരു വ്യക്തി എന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കണം. അവർ മിഷൻ ഒരു ദൈവം, ഒരു ശരീരം, ഒരു സ്നാനം, ഒരു കൽപ്പന. ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക. ദൈവത്തിൻ്റെ പ്രിയപുത്രൻ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവസാനത്തുള്ള രക്തം വരെ മാനവരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി ചിന്തി. നമ്മൾ ആ വിശ്വാസത്താൽ ജീവിക്കുമ്പോൾ നമ്മുടെ പാപ സ്വഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനത്താൽ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് വിശുദ്ധിയുടെ അനുഭവത്തിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട പുത്രിപുത്രന്മാരായി ജീവിക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുകയാണ്. കർത്താവിനെ അറിയാതെ ജനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. കർത്താവിനെ അറിയാതെ ഒരു മനുഷ്യൻ പോലും ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാൻ ഇടവരരുത്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. നമുക്ക് ആ നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ പറയുന്നത് പോലെ, ആ നല്ല ശമരിയക്കാരൻ്റെ കഥയിൽ അർദ്ധപ്രാണനായി മുറവേറ്റ് കിടന്ന ആ വ്യക്തി അതുവഴി ഒരു പുരോഹിതൻ കടന്നു പോകുന്നു. പുരോഹിതൻ ഈ മരിപ്പാറായി കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടെങ്കിലും കണ്ടില്ല എന്നും പറഞ്ഞ അവൻ്റെ ദൗത്യം മറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു ലേവ്യനും അതുവഴി കടന്നു വരുന്നു. ലേവ്യൻ ഈ മനുഷ്യനെ കണ്ടിട്ട് അടുത്തുപോയി നോക്കി തൻ്റെ വഴിക്ക് വീണ്ടും പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. പക്ഷേ ഒരു ശമരിയക്കാരൻ അതുവഴി കടന്നു വരുന്നു. ശമരിയക്കാരൻ തൻ്റെ മൃഗത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി ഈ മനുഷ്യൻ്റെ മുറിവുകളൊക്കെ കണ്ടിട്ട് അദ്ദേഹം അതെല്ലാം തുടച്ച് എണ്ണയൊക്കെ തേച്ച് അദ്ദേഹത്തെ എടുത്ത് തൻ്റെ തോളിൽ ആക്കിക്കൊണ്ട് അടുത്തൊരു സത്രത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, ഈ മനുഷ്യൻ അവിടെ പോയിട്ട് നമുക്കറിയാം, തൻ്റെ കയ്യിൽ ആ സത്രത്തിൽ ഒരു രാത്രി മുഴുവൻ അവനോട് അവൻ്റെ ജീവിതത്തിൽ അന്ധകാരമാവുന്ന അവസ്ഥയിൽ ഒരു രാത്രി മുഴുവൻ അവനോട് ചെലവഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ 2 വെള്ളിക്കാശ് ആ സത്രത്തിൽ ആ ഉടയവനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വീണ്ടും വരും എന്നുള്ള ആ പ്രത്യാശ നിർഭരമായ വാക്ക് നൽകിയിട്ട് അവന് വേണ്ടുന്ന ശുശ്രൂഷ നൽകി അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് നാം മാറിയാണോ ജീവിക്കുന്നത്? രക്ഷയുടെ അനുഭവത്തിലേക്ക് മാനവരാശിയെ നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ദൗത്യമാണ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യത്തിൽ ആവശ്യക്കാരെ അവരുടെ ആവശ്യം അറിഞ്ഞ അവർക്ക് സഹായം, അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉള്ള ദൗത്യമാണ് നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അത്ഭുത പ്രകാശത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച നമ്മൾ ദൈവത്തിന് വേണ്ടി ശോഭിപ്പാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഈ പുരോഹിതൻ്റെയും ലേവ്യൻ്റെയും
ജീവിതമാകരുത് നമ്മുടെ, മറിച്ച് ആ നല്ല ശമര്യക്കാരൻ ചെയ്ത ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തി ഞാൻ ചെയ്യും, കാരണം ആർക്കും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു രാത്രി വരുന്നു. ആർക്കും പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് നമ്മെ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ പ്രവർത്തിക്കുക. കാരണം പ്രകാശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. ക്രിസ്തുവാകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ പ്രകാശം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്ധകാരം തുടച്ചു മാറ്റുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. രക്ഷയുടെ മാർഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നതിൽ എനിക്ക് രക്ഷയില്ല. ആ നല്ല ദൂത് ലോകത്തിലേക്ക് അറിയിക്കുവാൻ എനിക്ക് ലജ്ജയില്ല. ക്രിസ്തുവിലേക്ക് കൂടുതൽ പേരെ ആദായപ്പെടുത്തുവാൻ, ക്രിസ്തു നമുക്ക് നൽകിയ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടിയിട്ട് മാനവരാശിയെ ആ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ എനിക്ക് ലജ്ജയില്ല. വി ഷുഡ് ഷൈൻ. നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ പ്രകാശിക്കണം. നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്ന വിളക്കുകളായി ഓരോ സ്ഥലത്തും നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം പറയുന്നു, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അന്നു മുതൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലയളവ് ലോക ചരിത്രത്തിൻ്റെ അന്ത്യനാളുകളിലാണ് നാം ജീവിക്കുന്നത്. സ്വർഗരാജ്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ലോക ജനതയെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രകാശിച്ചു കൊണ്ടേയിരിക്കണം. രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടവും അറിയിക്കുക, അതാണ് നമ്മുടെ ദൗത്യം. ആ നല്ല സദ്വർത്തമാനം ലോകത്തെ അറിയിക്കുവാനുള്ള ദൗത്യം മറന്ന് നാം പോകരുത്. കാരണം ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് കാരണമാണ് കർത്താവായ യേശു തൻ്റെ സ്വന്തം പുത്രനെ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ക്രിസ്തു ഇതാ വേഗം വീണ്ടും വരുന്നു. അന്ധകാരം ഭൂമിയിലെല്ലായിടവും മൂടിയിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കാം. നമുക്ക് ഉൽപ്പത്തി 1-ാം അധ്യായം അതിൻ്റെ 3-4 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ആദ്യം ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. പ്രിയ ദൈവമക്കളെ, അന്ധകാരത്തിലായിരുന്ന ഈ ഭൂമി, പാഴും ശൂന്യവുമായിരുന്ന ഈ ഭൂമി, ആഴത്തിന്മേൽ ഇരുൾ നിറഞ്ഞ ഈ ഭൂമി, അത് കണ്ടിട്ട് അവിടുന്ന് ദൈവം കൽപ്പിക്കുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചം ഉടനുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ഇന്ന് അന്ധകാരത്തിൽ ആയിരിക്കുന്ന ജനകോടികളോട്, അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയിലായിരിക്കുന്ന മാനവരാശിയോട് അവിടുന്ന് അവരുടെ ജീവിതത്തിലെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. ആ വെളിച്ചവുമായിട്ട് നമുക്ക് ലോകത്തേക്ക് പോകാം. ദൈവത്തിന് വേണ്ടി പ്രകാശിക്കാം.
എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ വേണ്ടി യെശയ്യാ പ്രവചനത്തിൽ കൂടി നമുക്ക് നൽകിയ ആ വചനം പോലെ നമുക്ക് എഴുന്നേറ്റ് ക്രിസ്തുവിന് വേണ്ടി പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. കാരണം അന്ധകാരത്തിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എപ്രകാരം ക്രിസ്തുവിന് വേണ്ടി നമുക്ക് ശോഭിക്കാം? ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, ദൈവം നമുക്ക് നൽകിയ കൽപ്പനകളെ അനുസരിക്കുക, ക്രിസ്തു തുല്യമായ ഒരു ജീവിതം നയിക്കുക. ആ കൽപ്പനകളെ പ്രമാണിച്ച് ക്രിസ്തു തുല്യമായ ഒരു ജീവിതം നയിച്ച് മറ്റുള്ളവരെ ശിഷ്യരാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ആ സദ്വർത്തമാനം എല്ലായിടവും ഘോഷിക്കുക. ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ കർത്താവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉത്തരവാദിത്തോടെ നിർവഹിക്കാൻ ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് സമൃദ്ധിയായ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും ദൈവത്തിനു വേണ്ടി പ്രകാശിപ്പാനും നമ്മെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.